പരിണയം. രചന അവതരണം മിത്രവിന്ദ. അക്ഷിതിന്റെ കോൾ കണ്ടതും ആരോഹിക്ക് ചെറുതായി ഒരു ഭയം തോന്നി. കാരണം അവനോട് പറയാതെയാണ് ഇന്നത്തെ ഒരു യാത്ര പോലും. ഇതേവരേക്കും അക്ഷിയുടെ അനുവാദം കൂടാണ്ട് താൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഇന്നിപ്പോ അനന്യ അത്രമാത്രം തന്നോട് പറഞ്ഞപ്പോ അവളോടൊപ്പം ഇറങ്ങിപ്പോന്നതാണ്. ആരോഹിയുടെ വെപ്രാളവും പരിവേശവും കണ്ടപ്പോ അനന്യ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. എന്താ എടുത്തി? എന്തു പറ്റി? ആരാ വിളിക്കുന്നത്? അക്ഷിയാണ്. അവൾ പറഞ്ഞു. ഏട്ടത്തി, നമ്മൾ എവിടെയാണെന്ന് ചോദിച്ചാ ഇക്കാര്യങ്ങളൊന്നും ദേവി ഇത് ഏട്ടനോട് പറയരുത്. അനന്യയുടെ മിഴികൾ നിറയാൻ തുടങ്ങി. ആരോഹിയാണെങ്കിൽ ആകെ പെട്ടുപോയ അവസ്ഥയിലായി. ഏട്ടത്തി, പ്ലീസ് പറയരുത്. ഏട്ടനറിഞ്ഞാ എന്നെ ഒരുപാട് വഴക്കു പറയും. ഇനി അതും കൂടി താങ്ങാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഏട്ടത്തിയുടെ കാല് പിടിക്കാം. അനന്യ വീണ്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ ആരോഹി അവളുടെ ചുമലിൽ തട്ടി ആശ്വസിപ്പിച്ചു. വിഷമിക്കൊന്നും വേണ്ട, ഞാൻ പറയില്ല. നമുക്ക് തിരിച്ചു പോയേക്കാം. ആരോഹി ചോദിച്ചതും അനന്യ തലകുലുക്കി. ഇരുവരും കാറിന്റെ അടുത്തേക്ക് നടന്നു. അപ്പോഴേക്കും വീണ്ടും അക്ഷിതിന്റെ ഫോൺ കോൾ വന്നു. നമ്മളൊരു ഷോപ്പിങ്ങിന് വന്നതാണെന്ന് ഞാൻ ഏട്ടനോട് പറയട്ടെ. ഇനി അഥവാ ഏട്ടൻ ഇവിടെ എവിടെയെങ്കിലും വെച്ച് നമ്മളെ കണ്ടിട്ടാണോ വിളിക്കുന്നതെന്ന് പോലും അറിയില്ലല്ലോ. ആരോഹി പറഞ്ഞതും അനന്യ ചുറ്റിനും ഒന്ന് നോക്കുകയാണ് ആദ്യം ചെയ്തത്. അനന്യ, ഞാൻ കോൾ അറ്റൻഡ് ചെയ്യുവാണ്. പറയുന്നതിനോടൊപ്പം തന്നെ ആരോഹി ആൻസർ ബട്ടൺ അമർത്തിക്കൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ അച്ചുവേട്ടാ. ആരോഹി, താൻ എവിടെയാണ്? ഞാൻ ഒന്ന് രണ്ട് വട്ടം ഫോൺ വിളിച്ചിട്ട് എന്താ എടുക്കാഞ്ഞത്? ഏട്ടാ, ഞാൻ അനന്യയോടൊപ്പം പുറത്തേക്കൊന്ന് വന്നതാ. എന്തു പറ്റി? ഒന്നുമില്ല. അനന്യയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഷോപ്പിങ്ങിന് എന്നോടും കൂടി വരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ പോന്നതാ. നിങ്ങളിപ്പോ എവിടെയുണ്ട്? ഞങ്ങളിപ്പോ സാന്തോം കോംപ്ലക്സിന്റെ മുമ്പിലുണ്ട്. ഷോപ്പിംഗ് കഴിഞ്ഞോ? കഴിഞ്ഞു ഏട്ടാ. വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഏട്ടൻ എവിടെയാ? ഓഫീസിലാണോ? ഞാൻ ഓഫീസിലുണ്ട്. ജസ്റ്റ് ഒരു ബ്രേക്ക് ടൈം കിട്ടിയപ്പോ ഒന്ന് വിളിച്ചു നോക്കിയതാണ്. ഞാൻ പുറത്തായതുകൊണ്ട്. ആരോഹി എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. ഓക്കെ ആരോഹി, ഫോൺ വെച്ചോളൂ. വൈകുന്നേരം വരുമ്പോൾ കാണാം. അക്ഷിത് ഫോൺ കട്ട് ചെയ്തു. അപ്പോഴാണ് ആരോഹിക്ക് ശ്വാസം നേരെ വീണത്. എന്താ ഏട്ടത്തി? ഏട്ടൻ എവിടെങ്ങാനും ഉണ്ടോ? ഇല്ല, ഓഫീസിലാണ്. ബ്രേക്ക് ടൈമിൽ വിളിച്ചതാണെന്ന് പറഞ്ഞു. ആശ്വാസത്തോടെ അനന്യ അത് കേട്ടുകൊണ്ട് തന്റെ നെഞ്ചിലേക്ക് കൈ ചേർത്ത് വെച്ചു. പിന്നീട് പെട്ടെന്ന് തന്നെ ഇരുവരും വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. മടങ്ങും വഴിയെല്ലാം അനന്യ വല്ലാത്തൊരു മൗനത്തിലായിരുന്നു. എന്താ അനന്യ, നീയൊന്നും മിണ്ടാതിരിക്കുന്നത്? ആരോഹി അവളുടെ ഇടങ്കയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. അവളൊരു വിളറിയ ചിരി ചിരിച്ചു. കഴിഞ്ഞതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. എന്തായാലും അവന്റെ ചതിയിൽ പെട്ടുപോയില്ലല്ലോ. ഈശ്വരാനുഗ്രഹം. അതൊന്നുകൊണ്ട് മാത്രമാണ്. അവൾ പറഞ്ഞതും അനന്യ തലകുലുക്കി. ഇനി അവനായിട്ട് യാതൊരു കാരണവശാലും നിന്നെ ബുദ്ധിമുട്ടിക്കില്ല. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് സത്യം പറഞ്ഞ നല്ലോണം പേടിയുണ്ട്. എന്തിന്? അവൻ ഇനി എന്തെങ്കിലും പറഞ്ഞ് നിന്നെ? ഏയ്, ഒന്നുമില്ല. അതിനുള്ള ധൈര്യമൊന്നും അവനില്ലടി. നീ അതൊന്നും ഓർത്ത് വിഷമിക്കുകയും വേണ്ട. എന്തെങ്കിലും ബുദ്ധിമുട്ട് അവന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലീസിൽ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? അതിലവൻ ശരിക്കും വിരണ്ടു പോയിട്ടുണ്ട്. ഓൾറെഡി അവന്റെ പേരില് പല പല കേസും പുക്കാറും ഉള്ളതാ. അതുകൊണ്ട് ഇനി അവൻ ഒന്നിനും മുതിരത്തില്ല. അനന്യ അതോർത്ത് പേടിക്കൊന്നും വേണ്ട. അഥവാ അവന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനന്യ എന്നോട് പറയാൻ മടി കാണിക്കരുത് കേട്ടോ. ആരോഗ്യ പറയുന്നത് കേട്ട് അനന്യ തലകുലുക്കി. അങ്ങനെ ഇരുവരും വീട്ടിലെത്തിയപ്പോ ഊർമിള ഉമ്മറത്ത് കസേരയിലിരുന്ന് ആരെയോ ഫോൺ വിളിക്കുന്നുണ്ട്. ആരോഹി അനന്യയും കൂടി ഇറങ്ങി വരുന്നത് കണ്ടതും ഊർമിളയുടെ മുഖത്ത് ഇത്തിരി ദേഷ്യഭാവം. ഈ അനന്യ എന്ത് കണ്ടിട്ടാ ഇവളെയും പൊക്കിയെടുത്തോണ്ട് നടക്കുന്നത്? നാണം കെട്ട ജന്തു. ഏട്ടത്തിന്ന് വിളിച്ചാല് അവൾക്കിപ്പ തേനൊഴുകും. ഊർമിള പിറുപിറുത്തു. അച്ഛനെവിടെ? സിറ്റൗട്ടിലേക്ക് കയറി വന്ന അനന്യ അമ്മയെ നോക്കി ചോദിച്ചു. പുറത്തേക്ക് പോയതാ. അവൾ ഒന്ന് മൂളി. നീ ഷോപ്പിങ്ങിന് പോയതാന്ന് പറഞ്ഞിട്ട് നിന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ. എന്തു വാങ്ങിക്കാൻ പോയതായിരുന്നു? ഊർമിള മകളെ അടിമുടിയൊന്ന് നോക്കിക്കൊണ്ട് ചോദിക്കുവാണ്. വാങ്ങിക്കുവാൻ ഉദ്ദേശിച്ചു പോയ സാധനം കിട്ടിയില്ലമ്മേ, അതുകൊണ്ട് തിരിച്ചു പോന്നു. ഇന്നുവരേക്കും അവൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ ഒന്നും വാങ്ങാതെ തിരികെ വന്നിട്ടില്ല. ഏറ്റവും കുറഞ്ഞത് ഒരു 25,000 രൂപയുടെ പർച്ചേസിംഗ് എങ്കിലും നടത്തും.
പക്ഷെ ഇതിപ്പോ ആദ്യമായിട്ടാണ് അനിനി ഇതുപോലെ തിരിച്ചു വന്നത്. അതിന്റെ അർത്ഥം അവൾ ഷോപ്പിങ്ങിനല്ല പോയിട്ടുള്ളതെന്ന് ഊർമിളയ്ക്ക് മനസ്സിലായി. നിന്റെ പുതിയ കൂട്ടിവളാണോടി? ആരോഗ്യ ചൂണ്ടിക്കൊണ്ട് ഊർമിള പുച്ഛഭാവത്തിൽ മകളോട് ചോദിച്ചു. എന്തുപറ്റി? ഞാൻ ചേച്ചിയോടൊപ്പം പോയതിന് അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിനക്ക് എന്നെ വിളിക്കാൻ മേലായിരുന്നോ? എന്നു മുതലാ നീ ഇവളെ പൊക്കിപ്പിടിച്ച് നടക്കാൻ തുടങ്ങിയത്? അമ്മ വെറുതെ വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടണ്ട. ചുമ്മാ വായി വരുന്നൊക്കെ നിന്ന് പറഞ്ഞോളും. ആരോഗ്യോടൊപ്പം അകത്തേക്ക് കയറുമ്പോ അനന്യ അമ്മയോടായി പറഞ്ഞു. ഡീ, ഊർമിള മകളെ പിന്നിൽ നിന്ന് വിളിച്ചു. അമ്മ, എനിക്ക് വല്ലാത്ത തലവേദന. ഒരിത്തിരി നേരം കൂടി എനിക്ക് കിടക്കണം. ദയവ് ചെയ്ത് അമ്മ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. അനന്യ തിരിഞ്ഞുപോലും നോക്കാതെ പറഞ്ഞുകൊണ്ട് അവളുടെ റൂമിലേക്ക് കയറിപ്പോയി. രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ടെന്ന് ഊർമിളയ്ക്ക് മനസ്സിലായി. അനന്യയെ തഞ്ചത്തി കിട്ടിയാൽ അത് ചോദിച്ചു മനസ്സിലാക്കാമെന്ന് അവർ തീരുമാനിച്ചു. റൂമിലെത്തിയ ശേഷം ആരോഗ്യ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇത്തിരി സമയം കിടക്കാന്ന് കരുതി കിടക്കയിലേക്കിരുന്നു. തല വേദനിക്കും പോലെ അവൾക്ക് തോന്നി. ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ട് കിടക്കാന്ന് കരുതി അവൾ ചെന്ന് തലവേദനയുടെ ഗുളികയെടുത്ത് കഴിച്ചു. അക്ഷിത് അന്നേ ദിവസം പിന്നീട് ഒരിക്കൽ പോലും ആരോഗ്യ വിളിച്ചിരുന്നില്ല. അതവളിൽ ചെറിയൊരു സങ്കടം ഉളവാക്കി. എത്ര തിരക്കാണെങ്കിലും അച്ചോട്ടൻ ഇടയ്ക്കൊക്കെ വിളിക്കേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് എങ്കിലും അയക്കേണ്ടതാണ്. പക്ഷെ ഇന്നതൊന്നും ഉണ്ടായില്ല. താൻ ഫോൺ എടുക്കാൻ ലേറ്റ് ആയതുകൊണ്ട് അച്ചോട്ടന് ദേഷ്യമായതാണോന്നറിയില്ല. പക്ഷെ അങ്ങനെയൊന്നും വെറുതെ ദേഷ്യം കാണിക്കുന്ന ഒരാളല്ല അച്ചോട്ടൻ. ഇതിപ്പോ എന്താണ് പറ്റിയതെന്നോർത്ത് ആരോഗ്യയ്ക്ക് വല്ലാത്തൊരു ഉത്കണ്ഠ തോന്നി. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് കിടന്നപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. ഒറ്റ കുതിപ്പിന് ആരോഹി അത് അറ്റൻഡ് ചെയ്തു. നോക്കിയപ്പോ അമ്മയായിരുന്നു. മോളെ ആരോഹി. ഹലോ അമ്മേ, എങ്ങനുണ്ട് മോളെ? ക്ഷീണമൊക്കെ മാറിയോ? കുറവുണ്ടമ്മേ. മോൾ എന്തെടുക്കുവാ? ഞാനിവിടെ വെറുതെ കിടക്കുമായിരുന്നു. അക്ഷിത് ഓഫീസിലേക്ക് പോയോ? പോയി അമ്മേ. അച്ഛൻ എവിടെ? അച്ഛൻ റെസ്റ്റോറൻറ്റിലാ. ഞാനും അച്ഛനും കൂടി ഇന്ന് വൈകുന്നേരം അവിടേക്കൊന്ന് വന്നാലോ എന്ന് ആലോചിക്കുക. മോള് പനിയായിട്ടിരുന്നിട്ട് അങ്ങോട്ടൊന്നും ഇറങ്ങിയതുപോലും ഇല്ലല്ലോ. അതൊന്നും കുഴപ്പമില്ലമ്മേ. എനിക്കിപ്പോൾ പനിയൊക്കെ കുറഞ്ഞു. ഞാൻ ഓക്കെയാണ്. എന്നാലും അങ്ങനെ അല്ലല്ലോടാ. ഞങ്ങളൊരു 6 മണി ആവുമ്പോഴേക്കും എത്തും. അച്ഛൻ എന്നോട് പറഞ്ഞത് 5 മണി കഴിയുമ്പോൾ റെഡിയായി നിൽക്കാനാ. അക്ഷിത് ആ സമയത്ത് വരുവോ മോളെ? അറിയില്ലമ്മേ. അച്ചോട്ടന് തിരക്കാണെങ്കിൽ വരാൻ സാധ്യത കുറവാ. ഇന്നലെയൊക്കെ പക്ഷെ നേരത്തെ എത്തിയിരുന്നു. അച്ചോട്ടന്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. അക്ഷിത് വന്നാൽ കാണാം, അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലാകാം. എന്തായാലും അമ്മയും അച്ഛനും അങ്ങോട്ടേക്ക് ഒന്നിറങ്ങുന്ന കാര്യം പറയാനാ മോളെ വിളിച്ചത്. ശരിയമ്മേ, ഞാൻ അച്ചോട്ടനോട് കൂടി ഒന്ന് പറഞ്ഞേക്കാം. ഇല്ലെങ്കിൽ ആളെന്ത് വിചാരിക്കും? ശരി. വസുത കോൾ കട്ട് ചെയ്തു. ആരോഗ്യ അക്ഷിതിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടു. അച്ഛനും അമ്മയും വരുമെന്നും 7 മണി ആവുമ്പോഴേക്കും അവർ ഇവിടെ എത്തുമെന്നും അച്ചോട്ടൻ ഫ്രീ ആണെങ്കിൽ ആ സമയം കണക്കാക്കി ഒന്നിറങ്ങാമോ എന്നൊക്കെ ചോദിച്ചാണ് മെസ്സേജ്. അക്ഷിത് പക്ഷേ ആ മെസ്സേജ് കണ്ടിരുന്നില്ല. അവനൊരു മീറ്റിംഗിലായതുകൊണ്ടാണ് ആരോഗ്യ ഫോൺ വിളിക്കാതിരുന്നത് പോലും. ആരോഗ്യ ഗുളിയൊക്കെ കഴിച്ച് കിടന്നതുകൊണ്ട് ആ കിടപ്പിൽ അവിടെ കിടന്ന് നന്നായി ഒന്ന് ഉറങ്ങി. പിന്നീട് അവൾ എണീക്കുന്നത് അനന്യ വന്ന് ഡോറിൽ തട്ടുമ്പോഴാണ്. ആരോഗ്യ ചെന്ന് വാതിൽ തുറന്നു. നോക്കിയപ്പോ അനന്യ നിൽക്കുന്നു. എടതി, എന്തു പറ്റി? കുറേ നേരമായാലും എടതി കിടക്കാൻ തുടങ്ങിയിട്ട്. തലവേദനയായിരുന്നു. ഞാനൊരു ടാബ്ലറ്റ് എടുത്ത് കഴിച്ച് ഉറങ്ങിപ്പോയതാ. നേരം ഒരുപാടായോ? ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് ആരോഗ്യ ചോദിച്ചു. സമയം ഇപ്പം 5 മണി കഴിഞ്ഞിരിക്കുന്നു. എടതി ഫുഡൊന്നും കഴിക്കാൻ വന്നില്ലല്ലോ. ലീന ചേച്ചി പറഞ്ഞു. എടതിയെ കണ്ടില്ലല്ലോ എന്ന്. അതുകൊണ്ടാ ഞാൻ വന്നത്. ഞാൻ വരാം. അനിനെ പൊയ്ക്കോളൂ കേട്ടോ. ആരോഗ്യ മുറിയിലേക്ക് കയറി വന്ന് ദേഹമൊക്കെ കഴുകി ഫ്രഷായി ഇട്ടിരുന്ന വേഷമൊക്കെ മാറ്റിയ ശേഷം അവൾ താഴേക്ക് ഇറങ്ങി വന്നു. കയ്യിലിരുന്ന മൊബൈൽ ഫോണിലേക്ക് അവൾ ആദ്യം നോക്കിയത് അക്ഷിത് മെസ്സേജ് കണ്ടിട്ടുണ്ടോ എന്നറിയുവാനാണ്. പക്ഷെ അവന്റെ ചാറ്റിൽ കയറി നോക്കിയപ്പോ ലാസ്റ്റ് സീൻ 11 മണിക്കാണ്. രണ്ടും കൽപ്പിച്ചുകൊണ്ട് ആരോഗ്യ അവനെ ഒന്നുകൂടി കോൾ ചെയ്തു. ഓഫീസ് ടൈമിൽ അങ്ങനെ വിളിക്കുന്നതൊന്നും അക്ഷിതിന് ഇഷ്ടമുള്ള കാര്യമല്ല. അത്രയ്ക്ക് അർജന്റ് ആണെങ്കിൽ മാത്രമേ അവൻ കോൾ അറ്റൻഡ് ചെയ്യുള്ളൂ. ഒരു തവണ വിളിച്ചിട്ട് അക്ഷയ് ഫോൺ എടുക്കാതായതുകൊണ്ട് പിന്നീട് ആരോഹി ആ ശ്രമം ഉപേക്ഷിച്ചു. അല്ലി എത്തിയിട്ടുണ്ടായിരുന്നു. അല്ലിയോട് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തിരി നേരം അവൾ ഹോളിലിരിക്കുകയാണ്. അച്ഛൻ ഇതുവരെയായിട്ടും വന്നില്ലെന്ന് തോന്നുന്നു.
എവിടെ പോയതാണോ? അച്ഛൻ പുറത്തേക്ക് പോയതാണെന്നാ അമ്മ പറഞ്ഞത്. അല്ലി ചോദിച്ചപ്പോ ആരോഗ്യ മറുപടി കൊടുത്തു. അങ്ങനെ അല്ലി കോളേജിലെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അനന്യ എവിടെ? ഞാനിവിടെ ഉണ്ട് ഏട്ടത്തി. അനന്യയും വന്ന ആരോഗ്യയുടെ അരികിലായിരുന്നു. അല്ലി വാതോരാതെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിലും അനന്യയുടെ മനസ്സ് ഇവിടെ ഒന്നുമല്ലെന്ന് ആരോഗ്യക്കറിയാം. ആരോഗ്യ അനന്യയുടെ വലതു കൈ എടുത്ത് അവളുടെ മടിയിലേക്ക് വെച്ചു. പതിയെ അവളുടെ വിരലുകളിൽ തഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഊർമിള ഇതൊക്കെ കാണുന്നുണ്ട്. ഇവളുമാർ തമ്മിൽ എന്താണ് ഇത്ര പെട്ടെന്ന് ഈ ചങ്ങാത്തത്തിന് കാരണമെന്ന് എത്ര ആലോചിച്ചിട്ടും ഊർമിളയ്ക്ക് അതുമാത്രം പിടികിട്ടിയില്ല. അനന്യയോട് ഒന്ന് രണ്ടു വട്ടം ചോദിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൾ ഒട്ടും പിടിതരുന്നില്ല. ഊർമിള അതൊക്കെ ചിന്തിച്ചുകൊണ്ട് നിന്ന സമയത്താണ് ആനന്ദൻ പുറത്തു പോയിട്ട് വന്നത്. ഡ്രൈവറോട് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ആനന്ദൻ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഈ നാഗം മടുത്തു വലഞ്ഞുപോയി. അയാൾ കയറി വന്നപാടെ പറയുകയാണ്, ഞാൻ കോഫി എടുത്തോണ്ട് വരാം, ഏട്ടനിരിക്ക്. ഊർമിള നേരെ കിച്ചണിലേക്ക് പോയി. മോളെ, ആരോഹി, ക്ഷീണമൊക്കെ മാറിയോ? അയാൾ വാത്സല്യത്തോടെ ആരോഗ്യോട് ചോദിച്ചു. കുറവുണ്ടച്ചാ, ഇപ്പൊ നന്നായിട്ട് കുറവുണ്ട്. അങ്ങനെ അവരെല്ലാവരും ചായ. വസുതയും ദേവനും കുറേ പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചാണ് വരുന്നത്. ഊർമിള ഒഴികെ എല്ലാവരും വളരെ സ്നേഹത്തോടെയായിരുന്നു അവരോട് പെരുമാറിയത്. പിന്നെ ഊർമിളയുടെ സ്വഭാവം ഏകദേശം അറിയാവുന്നതുകൊണ്ട് വസുതയും ഭർത്താവും അതത്ര കാര്യമാക്കിയില്ല. അക്ഷിത് എപ്പോ വരുമെന്ന് അറിയില്ലല്ലോ എന്ന് വാസുദേവൻ ചോദിച്ചപ്പോ ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദൻ ഫോൺ എടുത്തിട്ട് മകന്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു. ഹലോ മോനെ, നീ തിരക്കാണോടാ? അച്ഛൻ, ഞാൻ ഇറങ്ങാൻ തുടങ്ങുക. എന്തായിരുന്നു? ആരോഗ്യമോളുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. നിന്നെയും കൂടെ കണ്ടിട്ട് ഇറങ്ങാന്ന് കരുതിയാണ്. അതെയോ? അവരെപ്പോ എത്തി? വന്നിട്ട് 1 മണിക്കൂറായി മോനെ. നീ എപ്പോഴേക്കും എത്തും? 8 മണി കഴിയും. അതുവരെ അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? വാസുദേവന് റെസ്റ്റോറൻറ്റിലേക്ക് കൂടി പോണം മോനെ. ഒരു കാര്യം ചെയ്യ്, നീ വാസുദേവനോട് സംസാരിക്കൂ കേട്ടോ. ഞാൻ ഫോൺ കൊടുക്കാം. ആനന്ദൻ വാസുദേവന്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. അക്ഷിത് അയാളോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. മോനെ, എങ്കിൽ പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഒരു ദിവസം വരാം. ഇന്ന് അച്ഛന് പോയിട്ട് അല്പം തിരക്കുണ്ട്, അയാൾ പറഞ്ഞുകൊണ്ട് ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു. വൈകാതെ തന്നെ വാസുദേവനും ഭാര്യയും കൂടി എല്ലാവരോടും യാത്ര പറഞ്ഞ് മടങ്ങുകയും ചെയ്തു. അക്ഷിത് എത്തിയപ്പോ ആരോഹി അവളുടെ മുറിയിലാണ്. അവനെ ഫേസ് ചെയ്യാൻ എന്തോ ആരോഹിക്കൊരു ബുദ്ധിമുട്ട് പോലെ. ഇതുവരെ ഇല്ലാത്ത തരത്തിലൊരു വെപ്രാളം. അച്ഛനും അമ്മയും വന്നിരുന്നല്ലേ? അക്ഷിത് റൂമിലേക്ക് കയറിയപാടെ അവളോട് ചോദിച്ചു. ഏട്ടനെ വെയിറ്റ് ചെയ്തതാ, പക്ഷെ അച്ഛൻ എന്തൊക്കെയോ അർജന്റായിട്ട് കുറച്ച് കാര്യം, അത് വന്നതുകൊണ്ടാണ്. സാരമില്ലടോ, നമുക്ക് അടുത്ത ദിവസം ഒന്ന് പോകാം. ഷർട്ടിന്റെ ബട്ടണുകൾ ഒന്നൊന്നായി അഴിച്ചു മാറ്റിക്കൊണ്ട് അവൻ പറയുകയാണ്. തനിക്ക് എങ്ങനെയുണ്ട്? ക്ഷീണമൊക്കെ മാറിയോ? അക്ഷി വന്നിട്ട് അവളുടെ നെറ്റിയിലും കവളിലുമൊക്കെ കൈതലം വെച്ചുകൊണ്ട് ചോദിച്ചു. കുറവുണ്ടേട്ടാ. എന്തുപറ്റി മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നത്? അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിലേക്ക് എടുത്തു. ഏട്ടൻ പോയി കുളിക്ക്, നമുക്ക് പിന്നെ സംസാരിക്കാം. ആരോഗ്യ പറഞ്ഞതും തല കുലുക്കിക്കൊണ്ട് അവൻ കുളിക്കാനായി പോയി. കാര്യം പറഞ്ഞാൽ അനന്യ ഒരു കാരണവശാലും അക്ഷിതിനോട് ഇതൊന്നും പങ്കുവെക്കരുതെന്നായിരുന്നു ആരോഗ്യോട് അവൾ പറഞ്ഞത്. പക്ഷെ ഏട്ടനോട് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ലെന്ന് അവൾക്ക് തോന്നി. നാളെ ഒരിക്കൽ ഏട്ടൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ, അതിനിട വന്നാൽ അത് തന്നെയും അനന്യയും ഒരുപോലെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ അവനോട് പറയുവാൻ ആരോഗ്യ തീരുമാനിച്ചു. തുടരും. എല്ലാവരെയും സെറ്റാക്കി തീർക്കാട്ടോ, ഇനി അധികം കാണില്ല. ഈ കഥ എഴുതി തന്ന കുട്ടിക്ക് ഇപ്പൊ പ്രോപ്പറായിട്ട് സ്റ്റോർ തരാൻ പറ്റുന്നില്ല, കുറച്ച് പ്രോബ്ലംസ്. അതുകൊണ്ടുള്ള സമയം വെച്ച് ഞാനാണ് എഴുതുന്നത് കേട്ടോ. എന്തായാലും അധികവും ഇല്ല,